നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കറിയായിരുന്നു ഒരു ദിവസം ഇത് തന്നെ സംഭവിക്കുന്നു. ഇതിപ്പോ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. മുരളിയോട് ക്ഷമിക്കില്ല അവര്. ഇതിപ്പോ ഈ കുടുംബം തകരുമെന്ന് തീർച്ചയാ. ഞാൻ അതിന് കാരണക്കാരൻ ഞാൻ മാത്രം. വലിയേട്ടാ, ഇനിയിപ്പോ ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാ വലിയേട്ടാ. അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും. സത്യമാണോ? നീ പറഞ്ഞ സത്യമാണോ? സത്യം. പക്ഷേ ഒന്നും അറിയിക്കാതിരിക്കാൻ ഞങ്ങൾ വെട്ടിയ അംഗം കുറച്ച് കടുപ്പോ. അത് കേക്ക് ആദ്യം എന്താണെന്ന്. അച്ഛനും അമ്മ എത്തിയിട്ടുണ്ട്. എന്റെ ഭഗവാനെ, നീ തന്നെ കാത്തു എല്ലാരെ. വെറുതെ അങ്ങനെ ഭഗവാനെ മാത്രം വിളിക്കണ്ട. ഒന്നും അറിയാതെ അവരിവിടുന്ന് പോയതിന്റെ 99% ക്രെഡിറ്റും എനിക്കാ. അതുകൊണ്ട് പൊന്നാട, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവ നൽകി നിങ്ങൾ എന്നെ വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ, ഈ പറഞ്ഞതൊന്നും ഇവിടെ ഇല്ല. വേണമെങ്കിൽ ഐസിട്ട് നല്ല തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു തരാം. വാ ഇങ്ങോട്ട്. ജ്യൂസോ? ആ അഞ്ജലി, ഒരു നിമിഷം. പോരാ നേരം നമുക്ക് നമ്മുടെ ഫീസ് കിട്ടിയ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇതാണ്. ഇത് തനിക്കുള്ളത്. എന്താ ഇത്? ഈ ഇവന്റിലെ പ്രോഫിറ്റ്. ഇതിൽ പകുതി എന്റെ ഈക്വൽ പാർട്ട്ണറിനുള്ളത്. അതിന് പ്രസാദേട്ടന് ഇപ്പൊ എനിക്ക് പണം തന്ന് തീർക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കണക്ക് കണക്കായിരിക്കണം, പ്രത്യേകിച്ചും അന്യരായ നമ്മൾ തമ്മിൽ. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ നമ്മൾ പിരിയുമ്പോ ഒരാൾക്ക് കൂടിപ്പോയെന്നോ ഒരാൾക്ക് കുറഞ്ഞു പോയെന്നോ ആർക്കും വിഷമം തോന്നരുത്. അത്ര തന്നെ. നമ്മൾ തമ്മിലുള്ള പണത്തിന്റെ കടം വീട്ടൽ അല്ലേ? തീർച്ചയായും. അല്ലാതെ വേറെന്താ? ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ നമ്മള്. പണത്തിന്റെ കടമല്ലാതെ വേറൊരു കടവില്ല. പ്രണയത്തിന്റെയോ കടമയുടെയോ കടപ്പാടിന്റെയോ ഒന്നും. എന്താ, ശരിയല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇത് വാങ്ങ. ഓക്കെ, ഇനി വാ, തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാം നമുക്ക്. ചോദിക്കാതെയും പറയാതെയും ഇറങ്ങി പോകുന്നവരുടെ പിന്നാലെ ചൂട്ടുകറ്റയും വീശി പോകലല്ല നമ്മുടെ ജോലിയെന്ന് പറഞ്ഞു കൊടുക്കണം മണിച്ചാ. അത് പിന്നെ ഞാൻ അതിനെന്തിനാടാ മണിച്ചന്റെ നാവ് നീ കടം ചോദിക്കുന്നത്?
നീ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞാ മതിയല്ലോ. അതിനെനിക്ക് മടിയൊന്നുമില്ല. ജന്മം നൽകിയ സ്ത്രീയാണല്ലോ എന്ന പരിഗണനയാണെന്ന് കരുതിയാ മതി. ഓ, സന്തോഷം. ഞാൻ നിന്നെ പ്രസവിച്ചാണെന്നെങ്കിലും സമ്മതിച്ചല്ലോ. മഹാഭാഗ്യം. പണ്ടൊക്കെ ചില നേരത്തെ നിന്റെ പ്രവൃത്തികൾ കണ്ട തനിയെ മുട്ട വിരിഞ്ഞുണ്ടായതാണെന്നാ തോന്നിയിരുന്നെ. ഓ ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങനെ അല്ലാന്ന് മനസ്സിലായല്ലോ. അല്ല, നീ എന്താടാ കൂടെ വന്നത്? മേലാൽ എന്റെ കൺമുന്നിൽ കാണരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ. സാറേ, അത് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ വേലയനെ. മക്കളെ തിരിഞ്ഞു നോക്കാത്തടത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനെങ്കിലും ഒരു കൂട്ട് വേണ്ടേ? വഴിയിൽ ഞാൻ കുഴഞ്ഞു വീണ എടുത്ത് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോവാനെങ്കിലും ആരോഗ്യമുള്ള ഒരുത്തനെങ്കിലും കൂടെ വേണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്കറിയടാ, എനിക്കറിയാം നിനക്കിപ്പോ ഈ അമ്മ വേണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ പണ്ട് അണുവിടം മാറാത്തവനായിരുന്നു നീ. പക്ഷേ ഇപ്പോ നിന്റെ തലയ്ക്കകത്തും മനസ്സിലും ആ നശിച്ചവള് മാത്രം ഉള്ളത്. ആ രാധ മാത്രം. അവളുടെ പുറകെ നടന്ന് നീ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കും. അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. എന്നാ ഞാനതങ്ങ് സഹിച്ചു. ഏതായാലും തിരിച്ചു വന്നതിലും കണ്ടതിലും സന്തോഷം. ഇനി വേഗം വന്ന വഴിക്ക് വണ്ടി തിരിച്ചുവിടാനായിട്ട് നോക്ക്. പെട്ടെന്നായിക്കോട്ടെ. അങ്ങനെ സുഖവിവരം അന്വേഷിച്ച് തിരിച്ചു പോകാൻ വന്നതല്ല ഞാൻ. പിന്നെ ഇവിടെ കയറി കൂടിയിരിക്കാനാണോ ഭാവം? അങ്ങനെ തന്നെയാ. സ്വന്തം വീടുള്ളപ്പോ ഞാനെന്തിനാ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്? ഞാൻ ഇന്നു മുതൽ വീണ്ടും ഇവിടെ തന്നെ കാണും. അത് തീർച്ചയാ. അമ്മയെ ഒഴിവാക്കി ആരും ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ടെന്നും എന്തും ചെയ്തു കൂട്ടാന്ന് വിചാരിക്കണ്ടെന്നും ചുരുക്കം. ഭീഷണിയുടെ സ്വരമൊന്നും വേണ്ട. ഒഴിവാക്കണമെന്ന് മേഘൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിരിക്കും. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പിന്നെ എനിക്കെന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോവും ഞാൻ. എന്നെ നിയന്ത്രിക്കാനോ എനിക്കും രാധയ്ക്കും ഇടയിൽ കയറി നിൽക്കാനോ വരില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പടി കയറി വരാം. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്ര തന്നെ. നടക്കില്ല മേഘനാഥ, സമ്മതിക്കില്ല ഞാൻ. ഒരു പെണ്ണിന്റെ അടിമയായി ഭ്രാന്ത് പിടിച്ച് നടക്കാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. അതുകൊണ്ട് തന്നെയായി ഈ മടങ്ങിവരവ്, രാധയെ ഇല്ലാതാക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.